ഷാരോൺ രാജ് വധക്കേസിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയായിരുന്നു. ബന്ധം അവസാനിപ്പിക്കാൻ കൊലപാതകമെന്നത് തെറ്റായ സന്ദേശം. ഷാരോൺ മർദ്ദിച്ചെന്ന വാദം തെറ്റ്. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. ഇരുവർക്കും ഒരേ പ്രായം. പ്രതിക്ക് ഇളവ് നൽകാനാകില്ല. ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം അംഗീകരിക്കില്ല. പരമാവധി ശിക്ഷ നൽകരുതെന്ന നിയമമില്ല. ദൈവം നീതിമാനായ ജഡ്ജിയിലേക്ക് ഇറങ്ങി വന്നുവെന്നും കോടതിക്ക് 1000 നന്ദിയെന്നും ഷാരോണിന്റെ അമ്മ പ്രതികരിച്ചു. പൂർണ്ണ സംതൃപ്തരാണ്. അവർക്ക് വധശിക്ഷ തന്നെ കൊടുത്തു. അത് മാത്രമല്ല, പ്രോസിക്യൂഷൻസും പോലീസും ഫൈൻഡ് ചെയ്യാത്ത ഒരു വകുപ്പ് കൂടി, അതായത് പ്രോസിക്യൂഷൻസും പോലീസും അതായത് സ്ട്രെസ് ചെയ്യാത്ത ഒരു 307 എന്നുള്ള അറ്റംപ്റ്റ് മർഡർ എന്നുള്ള ഒരു വകുപ്പ് കൂടി ജഡ്ജി കണ്ടെത്തിയിട്ടുണ്ട്. ജഡ്ജി ഓരോ മെസ്സേജ്, മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ എടുത്തു പറഞ്ഞു ജഡ്ജ്മെന്റിൽ. അതെല്ലാം നിങ്ങൾ കേട്ടതാണ്. അതുകൊണ്ട് ആ കേസിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത്. വധശിക്ഷ ഞങ്ങൾ കുടുംബം മുഴുവൻ പൂർണ്ണ സംതൃപ്തിയാണ്. അത് ദൈവാനുഗ്രഹമായിട്ടും കരുതുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. അമ്മയെ ഒഴിവാക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. കോടതിയുടെ ഫൈൻഡിങ്സ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. അമ്മയെ വെറുതെ വിട്ടത് തെളിവിന്റെ അഭാവത്തിൽ അതിലൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ പൂർണ്ണമായിട്ടും കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയോട് എന്നും കടപ്പാടുള്ളവരായിരിക്കും. നീതിമാനായ ജഡ്ജി നീതിയുക്തമായ ഒരു വിധി പുറപ്പെടുവിച്ചു. പേര് വിധി പൂർണ്ണ സംതൃപ്തി. സത്യശീലൻ അമ്മാവൻ.